വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി. പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ കണ്ടാലും റിച്ചിക്കുട്ടൻ്റെ ഡാൻസ് അവനെ 3 മണി ആയപ്പോഴത്തേക്ക് സ്കൂളിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞായിരുന്നു കൂട്ടിക്കൊണ്ട് വരാം. അങ്ങനെ വാപ്പ പോയി കൂട്ടിക്കൊണ്ട് വന്ന് അപ്പോഴത്തേനും ഞാൻ ഫുഡൊക്കെ കൊടുത്തിട്ട് മേലൊക്കെ കഴുകി ഉടുപ്പ് നിക്കറൊക്കെ ഇട്ട് കൊടുത്തിട്ട് പെട്ടെന്ന് ഓടുന്നത് TV കാണാൻ വേണ്ടി കേട്ടോ. അങ്ങനെ എന്തായാലും പിടിച്ച് നിർത്തി ഞാൻ പെട്ടെന്ന് തന്നെ തലമുടിയൊക്കെ ഈരി പൗഡറൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ആൾ നിൽക്കുന്നില്ല, പെട്ടെന്ന് ഒന്ന് തീർന്നാൽ മതി എന്നുള്ളൊരു വിചാരത്തിലാണ് TV കാണാൻ വേണ്ടി. അങ്ങനെ എന്തായാലും പൗഡറൊക്കെ ഇട്ട് കൊടുത്തപ്പോഴത്തേക്ക് ഓടി TVയുടെ ഫ്രണ്ടിലോട്ട് കയറി കേട്ടോ. അപ്പോഴത്തേനും വാപ്പ പോയി മൂത്ത ആളെ സ്കൂളിൽ നിന്ന് വിളിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ അന്നേരം മൂത്ത ആൾക്ക് ഫുഡ് കൊടുത്തതിന് ശേഷം ഞാൻ നേരെ റിച്ചുകുട്ടനെയും കൊണ്ട് ട്യൂഷൻ സെൻറ്ററിലോട്ട് പോകുക കേട്ടോ. ഞാൻ നോക്കിക്കേ ട്യൂഷൻ വീട്ടിലെത്തിയപ്പോൾ കുറേ പിള്ളേരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ട്യൂഷൻ സെൻറ്ററിൽ അവനെ ഇരുത്തിയപ്പോൾ അവൻ ഇരിക്കുന്നില്ല, ഭയങ്കര നിർബന്ധം. പിന്നെ ഞാൻ കുറച്ച് നേരം കൂടി ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്നലെ ട്യൂഷനാക്കി അതിൻ്റെ ആ ഒരു നിർബന്ധമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നേരെ വീട്ടിൽ വന്ന് റൈഹാൻ അപ്പോഴത്തേനും ഫുഡൊക്കെ കഴിച്ച് മേലെ കഴിയിട്ടുണ്ടായിരുന്നു. ഞാൻ ട്യൂഷൻ സെൻറ്ററിലാക്കാനായിട്ട് പോയതാട്ടോ. അന്നേരം വഴി വെച്ച് അവൻ്റെ കൂട്ടുകാരനെ കണ്ടപ്പോൾ അവൻ പറഞ്ഞു ഞാൻ കൂട്ടുകാരനുമായിട്ട് പോയിക്കോളാമെന്ന്. അങ്ങനെ കൂട്ടുകാരനെ ഏൽപ്പിച്ചതിന് ശേഷം ഞാൻ നേരെ വീട്ടിലേക്ക് പോയി. നേരെ വീട്ടിൽ വന്നപ്പോഴത്തേക്കും നല്ല മഴയല്ലേ, അന്നേരം കട്ടൻ ചായക്ക് വെള്ളം വെക്കാമെന്ന് കരുതി. അങ്ങനെ ഞാനൊരു ചരുവ എഴുതി കഴുകി അതിനകത്തോട്ട് ഒരു 5 ഗ്ലാസ് വെള്ളം ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കട്ടൻ ചായക്ക്. അപ്പോഴത്തേനും നമുക്ക് പുറത്ത് 2 പേര് എക്സ്ട്രാ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവർക്കൂടുള്ള കട്ടൻ ചായക്കുള്ള വെള്ളം ഞാൻ വെച്ചു. അങ്ങനെ കട്ടൻ ചായ അടുപ്പിലോട്ട് വെക്കാനായിട്ട് പോയി. അങ്ങനെ ഗ്യാസ് കത്തിച്ച് നമ്മൾ കട്ടൻ ചായക്കൊക്കെ വെച്ച് കഴിഞ്ഞതിന് ശേഷം നല്ല ഇടിയും മഴയും ഒക്കെ ഉണ്ട് കേട്ടോ. മഴ സമയത്ത് ചൂട് കടിഞ്ചായയും പരിപ്പുവടയൊക്കെ കഴിക്കാൻ ഇഷ്ടമുള്ളവരൊക്കെ ഉണ്ട് കേട്ടോ. നമുക്കിന്ന് പരിപ്പുവടയും ഒന്നും ഇല്ല, എന്നാലും ഞാൻ ചോദിച്ചതേ ഉള്ളൂ. പിന്നെ ഞാൻ പെട്ടെന്ന് കടിഞ്ചായ തിളച്ചപ്പോഴത്തേക്കും തേയില ഇട്ട് കൊടുത്തു. പിന്നെ മധുരം ഇല്ലാതെ വേറെ മാറ്റി മധുരം ഇട്ട് വേറെ ആക്കി. അങ്ങനെ ഞാൻ മാറ്റി വെച്ചതിന് ശേഷം നേരെ പോയത് പച്ചരി അരയ്ക്കാനാണ് കേട്ടോ. ഞാൻ ഈ പച്ചരി അരയ്ക്കാൻ എടുക്കാൻ കാരണം ഉമ്മ അവർക്ക് കട്ടൻ ചായയായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അന്നേരം ഞാൻ കരുതി എന്നാൽ ആ സമയം കൊണ്ട് പച്ചരി അരച്ച് വെക്കാമെന്ന്. പുറത്ത് നല്ല ഇടിയുണ്ട്, ചെറിയ രീതിയിൽ ഇടിയുണ്ട്. അന്നേരം നല്ല രീതിയിൽ ഇടിയോ മിന്നലോ ഒക്കെ വന്നാൽ നമുക്ക് പിന്നെ പച്ചരി ഒന്നും അരയ്ക്കാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ ഞാൻ കയ്യോടെ പച്ചരിയെല്ലാം അരച്ച് മാറ്റി വെച്ചു. അങ്ങനെ പച്ചരിയെല്ലാം ഒരു ചരുവത്തിനകത്തോട്ട് മാറ്റി വെച്ചതിന് ശേഷം ഞാൻ നേരെ പോയത് കട്ടൻ ചായ കുടിക്കാനാട്ടോ. ഞാൻ വന്നവരൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ഞാൻ പിന്നെ പെട്ടെന്ന് തന്നെ കട്ടൻ ചായ എടുത്ത് ഒരു മുറുക്കും എടുത്ത് ഹാളിൽ വന്നിരുന്ന് അത് കഴിച്ചു കേട്ടോ. പിന്നെ രാത്രി ആയപ്പോഴത്തേക്കും ഞങ്ങൾ രാത്രിയിലുള്ള വീഡിയോസൊന്നും ഞാൻ എടുത്തില്ല. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഞാൻ പിന്നെ ഇക്കായ്ക്ക് ആവി തിളപ്പിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇക്കായ്ക്ക് നല്ല പനിയായിരുന്നു. പിന്നെ ആവിയെല്ലാം തിളപ്പിച്ച് കൊടുത്തതിന് ശേഷം ഞങ്ങൾ നേരെ കിടക്കാനായിട്ടാണ് കേട്ടോ പോയത്. അങ്ങനെ കിടക്കാൻ പോയപ്പോഴത്തേക്ക് നല്ലൊരു പടം കിട്ടും. നമ്മുടെ മമ്മൂട്ടിയുടെ ഒരു മൂവിയായിരുന്നു കേട്ടോ. സൂപ്പർ മൂവിയായിരുന്നു, എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇന്ന് ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ടാറ്റ ബൈ ബൈ, സി യു.